ഈ ശബത്ത് ദിവസത്തിൽ രണ്ട് കാര്യമാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, വീട്ടിൽ നിന്ന് വെളിയിൽ പോകരുത്, അപ്പൊ തന്നെ ആരാധനയും കൊടുക്കണം. അപ്പൊ പിന്നെ വീടിനകത്ത് ആരാധന എന്താ വീടിനകത്ത് എന്താ? വീട്ടിൽ നിന്ന് വെളിയിൽ പോകാതെ എങ്ങനെ ആരാധിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ഉദാഹരണം, ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്ന സാറ്, ഈ വീട്ടിൽ തന്നെ സാറ്, അവനോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന സാറിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ശബത്ത് ദിവസമാണ്, ഇന്നത്തെ ദിവസം പുറത്തു പോകരുത്. അപ്പൊ തന്നെ പറയുന്നുണ്ട് ആരാധന നടക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണം, വീടിനകത്ത് കൂടണോ? ഞാൻ ചോദിക്കട്ടെ, വീട്ടിനകത്തിരുന്ന് ആരാധിക്കാന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിനകത്തിരുന്നാലും മതി, ദൈവത്തെ മാനിക്കണമെന്നാ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദിവസത്തെ പറയുന്ന കേക്ക്. എല്ലാവർക്കും നമസ്കാരം. ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കണം എന്ന് പറയുന്ന നമ്മുടെ സ്നേഹിതൻ ലൂയിസ്, കോട്ടയത്ത് നിന്ന് ലൂയിസ് മാത്യു, ഒരല്പസമയം ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടി. നല്ലതായിട്ട് കാണുന്നു. ഞാൻ അദ്ദേഹത്തോട് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ഞായറാഴ്ച ദൈവത്തെ ആരാധിച്ചാൽ എന്താണ് കുഴപ്പം? ദൈവത്തിനത് സ്വീകാര്യമാണോ അല്ലയോ? അല്ല എങ്കിൽ ഈ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കുന്നതിനുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് ഒന്ന് പറയാമോ? പറയാം. ദൈവത്തെ ആരാധിക്കുവാൻ സൃഷ്ടിപ്പിൽ തന്നെ ആ ദിവസത്തെ ദൈവം ശുദ്ധീകരിക്കുകയും ആ ദിവസത്തെ ദൈവം വേർതിരിക്കുകയും ചെയ്തതായിട്ട് തിരുവചനത്തിൽ പറയുന്നു. അതായത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ പറയുന്ന വചനം ഇങ്ങനെ: ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തിരിഞ്ഞു, താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്ന് അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹവും ശുദ്ധീകരണമുള്ളതായ ദിവസം ദൈവം കൽപ്പിക്കുന്നത് 7-ാം ദിവസമാണ്. അങ്ങനെ 7-ാം ദിവസം എന്ന് കൽപ്പിക്കുമ്പോൾ ദൈവത്തിന് എതിരായിട്ട് ഒരു കക്ഷി ഉണ്ടെന്ന് ഓർക്കണം. ദൈവം പറഞ്ഞ ആശയം വ്യക്തമായി. അതെ, വ്യക്തമായി. രണ്ടാമത് കയറാം. ഈ പറഞ്ഞ വിഷയത്തിൽ നിന്ന് തീരട്ടെ. അപ്പോൾ 7-ാം ദിവസത്തെ ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു. എന്നാൽ 1-ാം ദിവസം വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി, അത് നല്ലതെന്ന് കണ്ടു. 1-ാം ദിവസം നല്ലതാണ്. 2-ാം ദിവസത്തെ കാര്യം പറഞ്ഞിട്ടില്ല. 3-ാം ദിവസവും എല്ലാ ദിവസവും നല്ലത് നല്ലത് നല്ലതെന്നേ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, 2-ാമത്തെ ദിവസത്തെ കുറിച്ച് പറഞ്ഞു. എന്റെ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഇനി സഹോദരന്റെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അടുത്തൊന്ന് വായിക്കും. ഓരോ ദിവസവും ദൈവത്തിന്റെ നല്ലത് നല്ലതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. 2-ാമത്തെ ദിവസം നല്ലതെന്ന് കണ്ടിട്ടില്ല എന്നാണ് ബൈബിൾ സൊസൈറ്റി. ആ ദിവസം നല്ലത് അല്ലെന്നാണോ? അല്ല, അത് പറഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിച്ചു പോകുന്നത്? അല്ല, അത് 2-ാമത്തെ വിഷയം. നമ്മുടെ ഇപ്പോഴത്തെ അവതരണ വിഷയത്തിൽ. അപ്പോൾ 3-ാം ദിവസവും 4-ാം ദിവസവും 5-ാം ദിവസവും എല്ലാ ദിവസവും നല്ലതെന്ന് കണ്ട ദൈവം 7-ാം ദിവസത്തെ മാത്രം ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചപ്പോൾ ഈ ദിവസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഏത് ദിവസങ്ങൾ തമ്മിൽ വ്യത്യാസം? ഈ 6 ദിവസങ്ങളുണ്ടല്ലോ. 6 ദിവസവും നല്ലതെന്ന് ദൈവം കണ്ടു. വേറെ ആരുമല്ല സാക്ഷ്യപ്പെടുത്തി, ദൈവം തന്നെ പറയുന്നു നല്ലതെന്ന് കണ്ടു. 7-ാമത്തെ ദിവസത്തെ ശുദ്ധീകരിച്ചു. അപ്പൊ ഈ ശുദ്ധീകരിച്ച ദിവസവും ഈ നല്ലതെന്ന് കണ്ട ദിവസങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാമോ? 7-ാം ദിവസം ശുദ്ധീകരിച്ചു എങ്കിൽ ആ 7-ാം ദിവസം ഇന്ന ദിവസമാണെന്ന് ബാക്കി എല്ലാ ദിവസവും നല്ലതെന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യേ? ബാക്കിയുള്ള ദിവസങ്ങളാണ് ദൈവം നല്ലതെന്ന് പറയുന്നത് നമുക്ക്. ആ 7-ാം ദിവസം എന്ന് പറയുന്നത്, ആ 7-ാം ദിവസത്തിന്റെ പേര് ശനി എന്നാണ് എഴുതിയിരിക്കുന്നത്. എവിടെ എഴുതിയിരിക്കുന്നത്? ബൈബിളിലല്ല. അത് മനുഷ്യർക്ക് വായിക്കാൻ മനസ്സിലാക്കുന്ന കലണ്ടറില് ഒരു ഏത് ലോകത്ത് ചെന്നാലും ഒരാഴ്ചയിൽ 7 ദിവസമേ ഉള്ളൂ, 8 ദിവസമില്ല. അപ്പോ ഇവിടത്തെ കലണ്ടറില് 7 ദിവസമുണ്ട്. പക്ഷെ 7-ാം ദിവസത്തിന്റെ നേരെ എഴുതിയിരിക്കുന്നത് ശനി ദിവസം എന്നാണ്. അപ്പൊ ഓരോരോ പേരിട്ടേക്കുന്ന മനുഷ്യന് ആ ദിവസത്തെ അറിയുന്നതിന് വേണ്ടിയാണ് ആ പേരിട്ടേക്കുന്നത്. അത് ബൈബിളുണ്ടോ? ഉണ്ടെങ്കിലേ ഞങ്ങൾ എന്ന് പറയുന്നത് വ്യക്തമായി. അപ്പോ മറുപടി വ്യക്തമായി. അപ്പൊ എനിക്ക് സംശയം, ഈ ഇന്ന് കാണുന്ന 7-ാം ദിവസം കലണ്ടറിൽ ശനിയാഴ്ച കാണുന്നു. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിപ്പ് തുടങ്ങിയത് ഞായറാഴ്ചയാണ് എന്നുള്ളതിന്റെ തെളിവുണ്ടോ? ദൈവം 1-ാം ദിവസം അതെ, ദൈവം കലണ്ടർ കൊടുത്തായിരുന്നോ?
ആദാമും അവയും എല്ലാം നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായിരുന്നു. ഇല്ല, ആദാമിനും അവയ്ക്കും കൊടുത്തതായ കാര്യമല്ല ചോദിക്കേണ്ടത്. ഈ ഒന്നാം ദിവസം ആ കലണ്ടർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഞാൻ അന്ന് ആദാമിന്റെ കൂടെ ഉണ്ടായിരിക്കണമായിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദിവസമാണ് ഒന്നാം ദിവസം. അതെ, അതെ. അവിടെ മുതൽ തെറ്റാതെ കലണ്ടർ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പറയുന്ന ശനിയാഴ്ച ശബത്താകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വാദിക്കുകയാണ് ഇന്നാണ് 7-ാം ദിവസം എന്ന് പറഞ്ഞാൽ അല്ലെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഈ വ്യാഴാഴ്ചയായ ഇന്ന് വ്യാഴമാണ്, ഈ വ്യാഴാഴ്ചയായ ഇന്നാണ് 7-ാം ദിവസം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ല എന്ന് സമർത്ഥിക്കാൻ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇവിടുത്തെ ഗവൺമെന്റ് പിന്നെ ഒരു കാര്യം ഓർഡർ നിങ്ങൾക്ക് തരാം, നിങ്ങൾ 7-ാം ദിവസം ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞാൽ സാറേ 7-ാം ദിവസം അയാൾക്ക് ചോദിക്കുമോ? ഇവിടുത്തെ ഇവിടുത്തെ ഗവൺമെന്റ് അംഗീകരിക്കുന്ന കലണ്ടറിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് ഞാൻ സമ്മതിച്ചു, അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ ചോദ്യം, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദിവസമാണ് ഒന്നാം ദിവസം, സമ്മതിച്ചോ? ആ ദിവസം ഏതായിരുന്നു? ഞായറാഴ്ചയായിരുന്നോ വെള്ളിയാഴ്ചയായിരുന്നോ? ഇന്നത്തെ ഞായറാണോ തിങ്കളാണോ വെള്ളിയാണോ അറിയാമോ? ഒന്നാം ദിവസം സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അത് ഞായറാഴ്ച ആണോ നല്ല ചോദ്യം. അല്ല, അത് ഞായറൊന്ന് നമ്മുടെ കലണ്ടറിൽ ഞായറൊന്ന് വേദനിക്കുന്നു. അന്ന് ഈ കലണ്ടർ ഉണ്ടായിരുന്നോ? അന്നുണ്ടാക്കി ദൈവത്തിന് അറിയത്തില്ല 7 ദിവസം ഉണ്ടെന്ന്. അല്ലെ, ദൈവമാണ് ഇപ്പോഴത്തെ കലണ്ടർ ഉണ്ടാക്കിയത്. ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് 7 ദിവസം, അല്ലെങ്കിൽ പിന്നെ 8 ദിവസം ഇല്ലല്ലോ. സഹോദര, ചോദ്യം മനസ്സിലാക്കണം ആദ്യം. അത് അങ്ങനല്ല. ഈ 7-ാം ദിവസത്തിന്റെ കാര്യം വരുമ്പോഴാണല്ലോ അന്ന് കലണ്ടർ ഉണ്ടായിരുന്നു. അവയും കലണ്ടർ അനുസരിച്ചാണോ ജീവിച്ചത്? ഇതൊക്കെ എന്തിനു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു. അല്ല, എനിക്കത് അറിയുമല്ലോ. എനിക്ക് അടുത്ത ആഴ്ച മുതൽ ശനിയാഴ്ച ആരാധിക്കണമെങ്കിൽ അന്ന് ഇപ്പോഴനുസരിച്ച് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ മനസ്സിലായി. ഞാൻ ഈ ശനിയാഴ്ച നാളെ കഴിഞ്ഞ് വ്യാഴമാണ്, നാളെ കഴിഞ്ഞ് ശനിയാഴ്ച ദൈവസന്നിധി ഇരുന്നപ്പോൾ ദൈവം പറയുകയുടെ നീ എഴുന്നേക്ക്, ഇതല്ല എന്റെ ഉദ്ദേശിച്ച, ഇത് റോമാ കലണ്ടറാണ്. ആ കലണ്ടർ വന്നിരിക്കുന്നത് ശരിയായത് ഞാൻ വന്നിരിക്കും. ഏത് ദൈവം പറയുന്നത്? അല്ല, അങ്ങനെ പറഞ്ഞാൽ അത് തെളിവില്ലെന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. അപ്പൊ ശരി, നിങ്ങൾ പറയുന്ന ഒന്നാമത്തെ ദിവസം വെളിച്ചത്തെ സൃഷ്ടിച്ച ദിവസം ഞായറാഴ്ചയാണെങ്കിൽ അതിനകത്ത് എന്തോട്ടെന്ന് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. വെളിച്ചം സൃഷ്ടിച്ചു കേട്ടോ. ഭൂമിയും പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർതിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു. സന്ധ്യയായി ഉഷസായി ഒന്നാം ദിവസം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അതും വെള്ളത്തിനും തമ്മിൽ വേർപിരിയട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴിലുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസായി രണ്ടാം ദിവസം എന്നുണ്ടോ ബൈബിളിൽ? നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ബൈബിളില്ല. ഒരു കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന് 2 വൈരുദ്ധ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാക്കിയ ദിവസമാണ് ഒന്നാം ദിവസം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ അല്ലാന്ന്. അതല്ല മറുപടി, മറുപടി അതല്ല. അപ്പോൾ എന്റെ ചോദ്യം, പിന്നെ 2-ാം ദിവസം നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ നോക്കിക്കേ. ശരിക്കും വായിച്ചേ, എവിടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. 2-ാം ദിവസം നല്ലതെന്ന് കണ്ടു പറഞ്ഞൊന്ന് വായിച്ചേ. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസായി രണ്ടാം ദിവസം എഴുതിയിട്ടുണ്ടോ? നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയെന്ന് എന്റെ ചോദ്യം. നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? 1-ാം ദിവസം നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. 3-ാം ദിവസം നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? 4-ാം ദിവസവും നല്ലതെന്ന് കണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ 6 ദിവസം വരും. പക്ഷെ 2-ാം ദിവസം എഴുതിയിട്ടില്ല. 2-ാം ദിവസം എഴുതിയിട്ടില്ലല്ലോ. ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നേ. നിങ്ങൾ ശാപത്തെ ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ
പിരിവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വിധാനം ഉണ്ടായിട്ട് ദൈവം വിധാനത്തിന് കീഴുള്ള വെള്ളവും വിധാനത്തിന് മീതെയുള്ള വെള്ളവും തമ്മിൽ വേർതിരിച്ചു. അങ്ങനെ സംഭവിച്ചു. ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സായി രണ്ടാം ദിവസം. രണ്ടാം ദിവസത്തിന്റെ കാര്യം എന്റെ സഹോദരൻ ഞാൻ ചോദിച്ചതല്ല. പിന്നെ ഒന്നാം ദിവസത്തിൽ നല്ലതെന്ന് ദൈവം കണ്ടെന്ന് എഴുതിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് നല്ല അല്ലെന്നാണോ ചിന്തിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം അതല്ല. അത് എന്താകട്ടെ, നല്ലതാവോ ആകാതിരിക്കും. ദൈവം അവിടെ എഴുതിയിട്ടില്ലല്ലോ. അതുകൊണ്ട് എഴുതിയിട്ടുണ്ടോ ദൈവം നല്ല അല്ലെന്നാണോ? എന്റെ സഹോദരൻ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമോ? ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചതിന് മറുപടി പറയാൻ പറ്റുമോ? എന്നാൽ ഇനി കേട്ടോ, ഞാൻ പറയാം, അവിടെ നല്ലത് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ പറയാം. ഇവിടെ ഈ 1, 2, 3 രണ്ടാമത്തെ ദിവസത്തിൽ ഒഴികെ അത് നല്ലത് കണ്ടില്ല. അതെന്താന്നുള്ളത് ഞാൻ എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ചോദിക്കാൻ പറയാം, അതിന്റെ കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ശാപത്ത് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഈ 1-ാം ദിവസവും 3-ാം ദിവസവും 4-ാം ദിവസവും 5-ാം ദിവസവും 6-ാം ദിവസവും നല്ലതെന്ന് കണ്ട ദൈവം 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചു. ഇവിടെ എന്റെ ചോദ്യം, 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചപ്പോൾ ഈ ബാക്കിയുള്ള 6 ദിവസവും ഈ ദിവസവും തമ്മിലുള്ള വ്യത്യാസമാണ്. അത് നല്ലതാണ്, ഇത് ശുദ്ധീകരിച്ചതല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം ദൈവമായിട്ടാണോ ഞാനിപ്പോ സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തോട് ചോദ്യം പിള്ളേർ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക്. ഈ 6 ദിവസവും അത് നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ 7-ാം ദിവസം എന്താ അങ്ങനെ ഒരു പ്രത്യേകത സ്വീകരിക്കാൻ കാരണം എന്താണ്? കാരണം പറയാം. കാരണം എന്താണെന്ന് ദൈവത്തോടാണോ ചോദിക്കുന്നത്? അല്ല, ഞാനായിരുന്നു ചോദിച്ചു. ആദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം. 6 ദിവസം നല്ലതെന്ന് കണ്ടോ? നല്ലതായിരുന്നോ? അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പൊതുജനം കേൾക്കുന്ന നിങ്ങൾ എന്തിനാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്? പൊതുജനം കേൾക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ തന്നെ ആയവര് കേൾക്കട്ടെ. ശരി, എന്റെ വിഡ്ഢിത്തരത്തിന് ഞാൻ വിഡ്ഢിയായ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് മറുപടി ഇല്ലെങ്കിൽ ഒരു അറിവുള്ളതും ചോദിച്ചാൽ കോട്ടയം വെച്ചാൽ 6 ദിവസം ദൈവം നല്ലതെന്ന് കണ്ടു. നല്ലതല്ല, മോശമല്ല. 7-ാം ദിവസത്തെ ശുദ്ധീകരിച്ചു. എന്റെ ചോദ്യം ന്യായമാണെന്ന് കേൾക്കാർക്ക് മനസ്സിലായിക്കൊള്ളു. 6 ദിവസവും നല്ലതാണ്, 7-ാം ദിവസം ശുദ്ധീകരിച്ചു. അതിന്റെ ഇത് നമ്മളുടെ വ്യത്യാസം എന്ന് പറയാം. ആ വ്യത്യാസത്തിന്റെ ഈ ദിവസം നമ്മളുടെ വ്യത്യാസം, അതായത് ഈ നല്ലത് ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ലതെന്ന് ദൈവം പറഞ്ഞാൽ ശുദ്ധീകരിക്കണോ? ദൈവം സൃഷ്ടിപ്പിൽ നല്ലത് എന്നാ പറഞ്ഞത്, സൃഷ്ടിച്ചതല്ല നല്ലത്. അതുകൊണ്ട് തന്നെ മനസ്സിലായില്ലേ? ആ ദിവസവും ഈ 7-ാം ദിവസത്തെ വേർതിരിവെന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് വേർതിരിച്ചതായ ദിവസവും ആ ദിവസങ്ങളുമായിട്ട് ബന്ധമില്ല. ആരാധനയ്ക്ക് വേർതിരിച്ചത് അവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നില്ല. ഇവിടെ നല്ല ദൈവം നല്ലത് സൃഷ്ടിച്ച ദിവസം നല്ല ദിവസം തന്നെ. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ തമ്മിലൊരു കേസുണ്ടായി. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കാൻ യേശു പോലും അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സ്വർഗരാജ്യം ശിശുക്കളെ പോലെ മനസ്സിലായി. ഇത് ഇതുപോലെ ഈ ശിശുക്കളെ പോലെ ഇരിക്കുന്ന വ്യാഖ്യാനം വേണ്ട വ്യാഖ്യാനം വേണ്ട. യേശുവിനോട് ചോദിക്കും, ഈ ശിശുക്കളെ ദൈവമെങ്കിൽ എന്റെ വീട്ടിൽ ശിശു ഉണ്ട്, ഈ ശിശു സ്വർഗരാജ്യം എന്റെ വീട്ടിൽ സ്വർഗമുണ്ടെന്ന് ഞങ്ങൾ പറയാമല്ലോ. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ആദ്യം ഉദാഹരണം പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണ്. അത് ആദ്യം പഠിക്കുക. അവതരണം പറയുന്നതൊക്കെ ദൈവവചനം വെച്ചല്ല, മനുഷ്യന്റെ വെച്ച് പറയും ദൈവവചനം തെളിയിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ കേസുണ്ട്. നിങ്ങൾ ദൈവവചനം അനുസരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവവചനം അതും സത്യമല്ല. താങ്കളുടെ സമൂഹത്തിൽ വെച്ച് ആക്ഷേപിച്ചു. താങ്കൾ എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുത്തു. 10 ലക്ഷം രൂപയ്ക്ക് കേസ് വന്നിരുന്നു. കേസ് നടക്കുന്ന വിധി നടക്കുന്ന ദിവസം ഞാൻ കോടതി പറഞ്ഞ 10 ലക്ഷം രൂപ നമ്മുടെ ലോയിസ് മാത്യുവിന് കൊടുക്കണമെന്ന് പറഞ്ഞു. ലോയിസ് മാത്യു വിധിച്ചപ്പോൾ നിങ്ങൾക്കത് സന്തോഷത്തിൻ്റെ ദിവസം 10 ലക്ഷം വന്ന് കിട്ടുക. പക്ഷേ എനിക്കും എൻ്റെ വീട്ടുകാർക്ക് വന്ന് ദുഃഖത്തിൻ്റെ വിഷമം. ഞങ്ങൾ ദുഃഖത്തിൻ്റെ ദിവസമാണ്. ഞങ്ങളത് 10 ലക്ഷം ഉണ്ടാക്കണം. ആ ഒരൊറ്റ ദിവസം തന്നെ നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്കത് നല്ല ദിവസവും അതേ ദിവസം തന്നെ എൻ്റെ അനുഭവത്തിൽ എനിക്കത് മോശപ്പെട്ട ദിവസം. താങ്കളുടെ കല്യാണം നടന്ന ദിവസം എന്ന് വെച്ചാൽ ആ 7-ാം ദിവസം മോശപ്പെട്ട ദിവസം അങ്ങനെയൊക്കെ വായിക്കാണെങ്കിൽ അത് കേൾവിക്കാർ ചിന്തിച്ചു, കേൾവിക്കാർ വിലയിരുത്തിച്ചു. നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ കല്യാണം നടന്ന ദിവസം നിങ്ങൾക്ക് വലിയ സന്തോഷം തരുന്ന ദിവസം. പക്ഷെ അപ്പുറത്തെ വീട്ടിൽ അപകടം നടന്നേ അവർക്ക് ഭയങ്കര ദുഃഖത്തിൻ്റെ വിഷയം.
അപ്പോൾ ആ ദിവസത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ചാണ് അവർക്കത് സന്തോഷമാണോ ദുഃഖമാണോ ആയി മാറുന്നത്. ഇതേപോലെ തന്നെ ദൈവം ഒന്നാമത്തെ ദിവസം സൃഷ്ടിച്ചത് നല്ലതായിരുന്നു, എന്നാൽ വെളിച്ചമാണ്, നല്ല കാര്യമാണ്. പക്ഷെ രണ്ടാമത്തെ ദിവസം വിധാനമാണ് സൃഷ്ടിച്ചത്. അത് നല്ലെന്ന് പറയാത്തതിന്റെ കാരണം അത് എന്നാന്ന് ചോദിച്ചാൽ പറയാം, ഇല്ലാതെ ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവത്തില്ല. മൂന്നാമത്തെ ദിവസവും ദൈവം സൃഷ്ടിച്ചത് നല്ലത്, നാലാമത്തെ ദിവസവും നല്ലത്. അതുകൊണ്ട് ആ ദിവസം എല്ലാം നല്ലത് കണ്ടു. ഈ ഏഴാമത്തെ ദിവസം ഒന്നും സൃഷ്ടിക്കാത്തത് കൊണ്ടാണ് അത് എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നിങ്ങൾ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഒന്നും സൃഷ്ടിച്ചില്ലാത്തത് കൊണ്ട് അത് ശുദ്ധീകരിച്ചു, അനുഗ്രഹിച്ചു. അമ്മ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ആരാധിക്കണമെന്ന് തീരട്ടെ. ഏഴാമത്തെ ദിവസം ശബത്തിൽ ആരാധിക്കണമെന്ന് ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനത്തിൽ വരുന്നത് വരെ ശബത്തിൽ ആരാധിക്കണമെന്ന് പറഞ്ഞില്ല, ശുദ്ധീകരിപ്പാൻ ഓർക്കാന്ന് പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ നാമത്തിൽ ശേത്ത് ആരാധന തുടങ്ങിയപ്പോൾ ദിവസം പറഞ്ഞിട്ടില്ല. അബ്രഹാം ദൈവത്തെ ആരാധിച്ചപ്പോൾ ദിവസം പറഞ്ഞിട്ടില്ല. അബ്രഹാമിന്റെ കാലം 430 വർഷവും കഴിഞ്ഞ് അവിടുന്ന് പോരുമ്പോഴും മോശ ചെന്ന് ഫറവോനോട് പറയുന്നത് എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാന്ന് പറയുമ്പോഴും ദിവസം പറഞ്ഞിട്ടില്ല. ഇനി അഥവാ അങ്ങ് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം അവർ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ഫറവോന്റെ മുമ്പിൽ നിന്ന് പോരാനും നിങ്ങളുടെ കണക്കും പ്രകാരം വ്യാഴാഴ്ച അവിടുന്ന് പോകുന്നത്. കാരണം പെസഹ ദിവസമാണ്. വ്യാഴാഴ്ച പോകുന്ന വ്യാഴം വെള്ളി ശനി കഴിഞ്ഞ് ഞായറാഴ്ചയാണ് അവർ അവിടെ ആരാധിച്ചത്. ഞായറാഴ്ച അവിടെ ആരാധിച്ചെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? മൂന്നാം ദിവസം പിന്നെ മോശനെ അവിടെ ആരാധിച്ചെന്ന് എഴുതിയിട്ടുണ്ടോ? നിങ്ങൾ ചോദിക്കുന്നത് പോലെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. അല്ല, മോശ ഒന്നാം ദിവസം ഞങ്ങൾ ആരാധിച്ചു അപ്പൊ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കല്ലേ. മോശ അനുസരണക്കേട് കാണിച്ചു. യഹോവ എന്തോ പറഞ്ഞായിരുന്നു കൂട്ടിക്കൊണ്ട് പോന്നെ? 3 ദിവസം വഴി നടന്നിട്ട് എന്നെ ആരാധിക്കണം, ആരാധിക്കണം എന്ന് പറഞ്ഞായിരുന്നോ? അങ്ങനെ പറഞ്ഞോ? 3 ദിവസത്തെ വഴി നടന്നിട്ട് ഞാനല്ല പറഞ്ഞു, മോശയോട് യഹോവ പറഞ്ഞു. പറയുകയും ആരാധിക്കുകയും ചെയ്തു. നിങ്ങൾ 3 ദിവസം വഴി നടത്തിട്ട് ആരാധിച്ചു. പർവ്വം പറഞ്ഞു നിങ്ങൾ അകലെയൊന്നും പോകണ്ട, ഇവിടെ കിടന്ന് ആരാധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അല്ല, 3 ദിവസത്തെ വഴി നടന്നിട്ട് ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവര് വ്യാഴാഴ്ച രാത്രി നടന്നു കിടന്നുകൊണ്ട് പോയി ആരാധിക്കണം എന്നല്ല പറഞ്ഞത്. 3 ദിവസത്തെ വഴി നടന്നിട്ട് 3-ാം ദിവസം നടത്തുന്ന ആരാധിക്കണം. ഒരു വ്യാഴാഴ്ച രാത്രി അവിടുന്ന് പോകുന്നു, അതായത് വെള്ളിയാഴ്ച വെളുപ്പെടുന്ന അവിടെ പറയാം. വെള്ളി 1 ദിവസം, ശനി 2 ദിവസം, ഞായർ 3-ാമത്തെ ദിവസം. ഞായറാഴ്ചയാണ് അവിടെ ആരാധിച്ചതെന്ന് വിശുദ്ധ ബൈബിൾ പഠിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എവിടെ പഠിപ്പിച്ച ആരാ പഠിച്ചു വരുന്നത്? പരിശുദ്ധാത്മാവ് ഇല്ലാത്തവര് അത് പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചു വരുന്നു. 1-ാം ദിവസം ആരാധന കണ്ട് കൊണ്ടുവരിക, ദൈവത്തിന് എതിരായിട്ട് സംസാരിക്കുക. ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ ദിവസത്തിൽ ദൈവത്തെ ആരാധിക്കാത്ത ഒരു വ്യക്തി വേറൊരു ദിവസം ആരാധിക്കുന്നതിന് വേണ്ടി ബൈബിളിൽ നിന്ന് ബദലെടുക്കുക. അപ്പൊ ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു വ്യക്തി ആരാ? 10 കൽപ്പന കൊടുക്കുമ്പോൾ ആ ശബത്ത് നാളിൽ ശുദ്ധീകരിപ്പാൻ ഓർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അല്ല വേറെ ഒന്നും കൈയൊന്നും പൊക്കാൻ. ശബത്തില് നിങ്ങൾ യാതൊരു വേലയും ചെയ്യരുത്, വീട് വിട്ട് പുറത്തു പോകരുത്. ഒരുത്തൻ വിറവ് ഇറക്കാൻ പോയി, അവനെ കൊണ്ടുവന്നിട്ട് തന്നെ ചെയ്തേ. പക്ഷേ യാതൊരു വേലയും ചെയ്യരുതെന്ന് പറഞ്ഞ പ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് വിറക് വിറക്കിയപ്പോൾ ആ പേരിൽ അവന് ശിക്ഷ കൊടുത്തു. പക്ഷെ ആരാധനയ്ക്ക് പോകാത്തവൻ ഇന്നത് ചെയ്യണമെന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ സഹോദര? അതുകൊണ്ട് അതേ സമയത്ത് പുതിയ നിയമത്തിലേക്ക് വാ. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ അപ്പോസ്തല പ്രവൃത്തിയിൽ സഭായോഗം അതോടെ ഇരിക്കട്ടെ, അതൊക്കെ ജനം തീരുമാനിക്കട്ടെ. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പൗലോസ് പറഞ്ഞു, നിങ്ങൾ ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുതെന്ന് പറയപ്പിച്ചത് ദൈവാത്മാവുള്ള ഓർമ്മിപ്പിച്ചത്. ആ ദൈവം എന്തുകൊണ്ട് ശബത്ത് നാളിൽ വിറക് വിറക്കാൻ പോയവനെ ശിക്ഷിക്കണം, ആരാധിക്കാതിരുന്നതിന് ശിക്ഷിച്ചിട്ടില്ല? അവിടെ ശിക്ഷിച്ചിട്ടില്ല. വചനത്തിന് തെളിവാണ്. ഇത് ആരോട് പറഞ്ഞതാ? സൺഡേ ആരാധനക്കാരനോട് പറഞ്ഞതല്ല. ആരോട് പറഞ്ഞതല്ല. ഏതെങ്കിലും ഒരു ദിവസത്തിൽ ആരാധിക്കുന്നവനോട് പറഞ്ഞതല്ല അത്. ആ വചനം ദൈവത്തിന്റെ കൽപ്പന പ്രകാരം യേശുവിനെ അനുകരിച്ച് 7-ാം ദിവസം ആരാധിക്കുന്നവനോട് പറഞ്ഞതാ. അതാകട്ടെ, അവനോട് അതിപ്പോ ഞാൻ തൽക്കാലം ഞാൻ സമ്മതിക്കുക. എങ്കിലും വിറക് വിറക്കിയതിന് ശിക്ഷ കൊടുത്തു, അവൻ ആരാധനയ്ക്ക് പോകാതിരുന്നതിന് ശിക്ഷിച്ചിട്ടില്ല.
ശരിക്കും വചനം ആരാധനയ്ക്ക് പോകാൻ ശബത്തിൽ അവൻ ആരാധന ലംഘിച്ചതിന് ആരാധനയ്ക്ക് പോകാതിരുന്നതിനല്ല അവനെ ശിക്ഷിച്ചത്. അവനെ ശിക്ഷിച്ചത് ശബത്തിൽ വിറക് പറിക്കാനാ. പറയുന്നത് കേൾക്കുക, അന്ന് ഒരു വേലയും ചെയ്യരുതെന്ന് ദൈവം അന്നത്തെ ജനത്തോട് കൽപ്പിച്ചിരുന്നു. ആരാധനയ്ക്ക് പോകണമെന്ന് പറയുന്നേ. അപ്പൊ അവർക്ക് ആരാധന എന്ന് അറിഞ്ഞാലൊന്നും അവർക്കൊന്നും അറിയത്തില്ല, അത് ദൈവത്തിനും അറിയാം. അവർക്ക് അതിനെ കുറിച്ച് പറഞ്ഞുതരാം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ദിവസം സ്വസ്ഥമായി വീട്ടിലിരിക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞുതരാം. അത് അന്നത്തെ ജനത്തോട് പറഞ്ഞതാ. എന്നാൽ ഇന്നത്തെ ജനം ആ ആരാധനയെ എങ്ങനെയാ ചെയ്യുന്നത്? ആദ്യം ഒരു 4-5 പാട്ട് പാടും, പിന്നെ സാക്ഷ്യം പറയുന്നത്, പ്രാർത്ഥിക്കും, പ്രസംഗിക്കും. അങ്ങനെ ഒരു ആരാധനാ ക്രമങ്ങൾ ഇന്ന് വെച്ചിട്ടുണ്ട്. അന്ന് ആ കാലത്തില്ലായിരുന്നു. അന്നത്തെ ജനത്തോട് ദൈവം പറയുന്ന, നീ അന്നൊരു വേലയ്ക്ക് പോകരുത്, നീ വീട്ടിന് വെളിയിൽ പോലും ഇറങ്ങരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ വെളിയിൽ പോകരുത് അവരോട് പറഞ്ഞു. അതുകൊണ്ട് ആ പ്രമാണത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? എന്തോ മാറ്റം? ഈ ശബത്ത് ദിവസത്തിൽ 2 കാര്യമാണ് നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ. ഒന്ന്, വീട്ടിൽ നിന്ന് വെളിയിൽ പോകരുത്, അപ്പൊ തന്നെ ആരാധനയും കൊടുക്കണം. അപ്പൊ വീടിനകത്ത് ആരാധന എന്താ? വീടിനകത്ത് എന്താ? വീട്ടിൽ നിന്ന് വെളിയിൽ പോകാതെ ആരാധിക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ ഉദാഹരണം, ഞാനിപ്പോ ഈ വീട്ടിൽ താമസിക്കുന്ന സാറ്, ഈ വീട്ടിൽ തരുന്ന സാറ്, അവനോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന സാറോട് പറഞ്ഞിരിക്കുന്നത് ഈ ശബത്ത് ദിവസമാണ്, ഇന്നത്തെ ദിവസം പുറത്തു പോകരുത്. അപ്പൊ തന്നെ പറയുന്നുണ്ട് ആരാധന നടക്കണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണം. വീടിനകത്ത് കൂടണോ? ഞാൻ ചോദിക്കട്ടെ, വീട്ടിനകത്തിരുന്ന് ആരാധിക്കാന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിനകത്തിരുന്നാലും മതി, ദൈവത്തെ മാനിക്കണമെന്നാ ദൈവം കൽപ്പിച്ചിരിക്കുന്ന ദിവസത്തെ പറയുന്ന കേക്ക്. ദൈവം കൽപ്പിച്ചിരിക്കുന്നത് രീതിയിൽ നമ്മൾ ദൈവത്തെ മാനിക്കണം. അന്ന് ഞാൻ പറയുന്നേക്ക്, അന്നൊരു വേലയ്ക്കും പോകണ്ടെന്ന് ദൈവം കൽപ്പിച്ചുവെങ്കിൽ അന്ന് പോകരുത്. അത് ശരി, അതാ ദൈവം അംഗീകരിക്കുന്നത്. ദൈവം കൽപ്പിച്ചനുസരിച്ച്. പക്ഷെ ഞാൻ ചോദിച്ചത്, ശബത്ത് നാളിൽ നിങ്ങളുടെ വീട് വിട്ട് നിങ്ങൾ പുറത്തു പോകരുത്, അന്ന് തീ കത്തിക്കരുത്, ഭക്ഷണം ഉണ്ടാക്കരുത്. നിങ്ങൾ പറഞ്ഞ പ്രമോണമായിരുന്ന കേൾക്ക്. മനുഷ്യന് മാത്രമല്ല, നിങ്ങളിപ്പോൾ പറയുന്നത് ഞങ്ങൾ ഏതെല്ലാം പ്രമാണങ്ങൾ ദൈവത്തെ ആരാധിച്ചാലും ശബത്തിനെ ആരാധിക്കുന്നില്ല എന്നുള്ള കാരണത്താൽ ദൈവം സ്വർഗ്ഗരാജ്യത്തിൽ കൊണ്ടുപോയി. സത്യം അവിടെ നിൽക്കട്ടെ. സത്യം അങ്ങനെയാണെങ്കിൽ എന്റെ തൊഴുത്തിൽ നിൽക്കുന്ന ആടും മാടും കാളയൊന്നും ശബത്തിൽ ഒരു പണിയും ചെയ്തിട്ടില്ല, ഒരു പുല്ലും തിന്നിട്ടില്ല, വെള്ളം പിടിച്ചിട്ടില്ല. അപ്പൊ അവരെയും എവിടെ കൊണ്ടുപോകണമെന്നാണ് ലൂയിസ് പാസ്റ്ററുടെ വാദം. കാളയും കഴുതിയെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന പുള്ളിയുടെ ചിന്ത. അല്ല, അത് കഴിവുകാർ ചിന്തിക്കട്ടെ. കാരണം അവരും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമത്തില് ശബത്തിൽ പറഞ്ഞിരിക്കുന്ന മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഈ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെല്ലാവരും അപ്പോസ്തലന്മാരെല്ലാവരും ശബത്ത് ദിവസത്തിൽ എന്ത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല. ശബത്തിൽ അവർ പോയി. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ പോയി? യേശുവിന്റെ മരണത്തിന് ശേഷമാണ്, അതായത് ദേവാലയത്തിന് തിരശ്ശീല കീറിയതപ്പഴ അതുകൊണ്ട് തിരശ്ശീല കീറിയുണ്ടെന്ന് സംഭവിച്ചെന്നാ പറയുന്നത്. അതല്ല ചോദിച്ചത്, അത് എപ്പോഴാന്ന് ചോദിച്ചത്. നമ്മൾ ഇട്ടോണ്ട് പോകുന്ന വലിച്ചു കീറിക്കൊണ്ട് പോകണമെന്നാണ് നിങ്ങൾ സംസാരിക്കാൻ. ഞാൻ ചോദിക്കട്ടെ, മറുപടി ദൈവത്തിന്റെ സന്നിധിയിൽ പോകണമെങ്കിൽ അവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പുരോഹിതൻ ദൈവത്തിന്റെ സന്നിധിയിൽ പോകണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ച് വരും. പക്ഷേ യേശുവിന്റെ കാൽവരിയിലെ യാഗത്തോടുകൂടെ ആ നിയമങ്ങളെല്ലാം മാറ്റപ്പെട്ടതിന്റെ അടയാളമാണ് ആ തിരശ്ശീല 2 കീറിയത്. എനി ടൈം ആരാധിക്കാനല്ല, എല്ലാ ദിവസവും പോയി ദൈവത്തെ ആരാധിക്കണം എന്നല്ല കാര്യമല്ല. റോമർ 14 പറയുന്നുണ്ടല്ലോ, ഒരു ദിവസത്തെ മാനിക്കുന്നു, ദിവസത്തെ മാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മളിവിടെ നിങ്ങൾ ശനിയാഴ്ച, ഞങ്ങൾ ഞായറാഴ്ച, ഗൾഫിലുള്ളവർ വെള്ളിയാഴ്ച, നേപ്പാളിലുള്ളവർ ശനിയാഴ്ചയൊക്കെ വന്നു. പക്ഷേ ദൈവരാജ്യത്തിൽ പോകത്തില്ല. അത് വേണ്ട, അങ്ങനെയുള്ളടത്ത് ഞാൻ സംസാരിക്കുന്നില്ല. നിങ്ങൾ പോകുന്ന വണ്ടിയിൽ ഞങ്ങളെ കൊണ്ടുപോകാം, അങ്ങനെ ബസ് കൊണ്ടുപോകാൻ വേറെ വണ്ടി. വേറെ ദേവാലയത്തിലെ സ്ഥിരശീല കീറുക എപ്പോഴാണ് മറുപടി പറഞ്ഞത്? എപ്പോഴാണ് മറുപടി പറഞ്ഞത്? ഏത് സമയത്താണ്? സമയമല്ല ചോദിച്ചത്. അതായത് ആ സമയത്ത് പ്രത്യേക വചനത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവൻ പ്രാണനെ വിട്ട സമയത്ത്, നിങ്ങൾ മറുപടി പറഞ്ഞില്ല, ഞാൻ പറയാം. അവൻ പ്രാണനെ വിട്ട സമയത്ത് ദേവാലയത്തിലെ തിരശീല കീറി. അതെന്ന് വെച്ചാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലമെന്നും 2ആയി തിരിച്ചിരുന്നത്. ഇനി ആ വേർപാടില്ല, അതിന്റെ നടുച്ചോരോട് മാറ്റി ഇനി ആർക്കും എപ്പോഴും ഏത് ദിവസവും ദൈവത്തെ ആരാധിക്കാം.
തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് മുഹൂർത്തമില്ല. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെ ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബ്ദമാണെന്ന് പറയുമ്പോൾ പിശാച് പറയും, അതല്ല ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആരാധിക്കണം, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ആരാധിക്കണം, നീ ഒരു ദിവസം വെച്ചിട്ടിരിക്കണ്ട എന്ന് പറയുന്നതാണോ ശരി? എന്താ സഹോദരന്മാരെ, ദൈവത്തെ എന്താ അനുസരിക്കാത്തത്? അതെ, യഹോവയ്ക്ക് വിശുദ്ധമുള്ള ദിവസമാണോ? ഒന്നോടെ ജനിച്ചു കണ്ടുപിടിച്ചു വേണ്ട. ശബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നോളം പറയാമോ? ശരിയായ അർത്ഥം ഇതിപ്പോ നിങ്ങൾ എന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറഞ്ഞ വ്യാഖ്യാനം. ശബത്തിന്റെ അർത്ഥം എന്താണെന്ന് ശരിയാവോ? യഹോവയ്ക്ക് വിശുദ്ധമായിട്ടുള്ള ശബത്ത് എന്ന് പറഞ്ഞാൽ യഹോവയുടെ വിശുദ്ധ ദിവസം. ഞാൻ ചോദിച്ച ദിവസത്തിന്റെ പ്രത്യേകത അല്ല ചോദിച്ചത്. എന്റെ ചോദ്യം ശബത്ത് എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? അത് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞൂടെങ്കിൽ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നത് എന്താണ്? അല്ല ശബ്ദത്തിന്റെ അർത്ഥം അപ്പൊ എല്ലാം ഞാൻ എല്ലാം റെഡിയാക്കിയിരിക്കുന്നു. ശബ്ദത്തിന്റെ അർത്ഥം അല്ല നിങ്ങൾ നോക്കുന്നത്. മനസ്സിലായില്ലേ? ഈ എബ്രായത്തിൽ കാര്യം പറഞ്ഞു. അങ്ങനെ ഈ അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോഴത്തേക്ക് പറയുന്നത് നിങ്ങൾക്കൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരുന്നു. ശബത്ത് ദിവസമല്ല, ശബത്ത് അനുഭവം. ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ച ജനത്തിനാകട്ടെ ശബത്ത് വിഷയക്കാർക്ക് സമ്മതിക്കുക. പക്ഷെ അവിടെ ശബത്തല്ല. നിങ്ങളുമായിട്ട് അത് ബന്ധമില്ല. എനിക്ക് മുമ്പിലേക്ക് വരാൻ വേണ്ടി ചോദിച്ചതാ. എനിക്ക് ശബത്തിലേക്ക് വരാൻ വേണ്ടി ചോദിച്ചു. മറുപടി പറയുന്നില്ല. ശബത്ത് ദിവസം ശേഷിച്ചിരിക്കുന്ന ഒരു ശബത്ത് അനുഭവം, അതിന്റെ ഒരു മർമ്മം എന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി എന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയട്ടെ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുക. അടിമത്തത്തിൽ കിടക്കുന്ന ആ ജനത്തെ, അത് ഫറവോന്റെ കീഴിൽ കിടക്കുന്ന ജനത്തെ മോശ മുഖാന്തരം അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവരിക. വിടുവിച്ചു കൊണ്ടുവച്ചാൽ 40 സംവത്സരം മരുഭൂമിയിലോട് കൊണ്ടുവരിക. മരുഭൂമിയിൽ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ആദ്യം ഒരു ചെങ്കടലുണ്ടായിരുന്നു. ഈ മരുഭൂമിയിൽ ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആവശ്യമുള്ള പെറുപുറത്തിട്ടും അവർക്ക് കാടപ്പശു കൊടുത്തു, അവർക്ക് പാറിയത് വെള്ളം കൊടുത്തു, മന ഇറക്കി കൊടുത്തു. ഇതെല്ലാം കൊടുത്ത് അവരെ വഴി നടത്തിക്കൊണ്ട് പോന്നിട്ട് ഇവർ ചെങ്കടലുണ്ടായിരുന്നു. ആ ചെങ്കടലിൽ അവർ കയറി ഇറങ്ങിയതിന് പത്രോസ് എഴുതി വെച്ചിരുന്ന സ്നാനത്തിന് മുൻകുറി. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് അവർ യോർദാൻ കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്രാമ സ്ഥലത്ത് അവരെത്തി. ഇതുപോലെ തന്നെ പാപത്തിൻ്റെ അടിമത്തിൽ കിടന്ന ജനത്തെ യേശു നിമിത്തം ആ പകർന്ന് വിടുവിച്ചു. അതുകൊണ്ടാണ് ആവർത്തനം 18:18 മോശയോട് പറഞ്ഞത്, ഞാൻ നിന്നെ പോലൊരു പ്രവാചകനെ അയക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത പറയാം. ലോക ചരിത്രത്തിൽ യേശുവും മോശയും ജനിച്ചപ്പോൾ മാത്രമേ 2 വയസ്സിൽ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊന്നു കളയാൻ പറഞ്ഞത്. അതിന്റെ കാരണം മോശ ജനിച്ചാൽ മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിക്കും. യേശു ജനിച്ചാൽ എന്റെ ശ്രോതാക്കൾ കേൾക്കട്ടെ, യേശു ജനിച്ചാൽ പാപത്തിന്റെ അടിമത്തിൽ നിന്നും ജനം വിടുവിക്കപ്പെടും. അതുകൊണ്ട് ഈ 2 കക്ഷി കൂട്ടരുടെയും വിടുതൽ നടക്കാതിരിക്കാനാണ് മോശയുടെ ജന്മസമയത്തും യേശുവിൻ്റെ ജന്മസമയത്തും 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊല്ലണമെന്ന് പറഞ്ഞത്. ഏതായാലും അവിടെയൊന്നും പിശാചിന്റെ പദ്ധതി വിജയിച്ചില്ല. ആര് കൊല്ലണമെന്ന് പറഞ്ഞോ അതേ ഫറവോന്റെ ഓർഡറിൽ തന്നെ മോശയെ വളർത്തിയിട്ട് ദൈവം പദ്ധതി നടത്തി. എനിക്ക് വരട്ടെ, ഫറവോന്റെ അടിമത്തിൽ വിടുവിച്ചു കൊണ്ടുവന്നതുപോലെ തന്നെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് യേശു വിടുവിച്ചിട്ട് അത്ഭുതങ്ങളുടെ വഴി നടത്തിയതുപോലെ ഈ ജനത്തെ കർത്താവിൽ വിശ്വസിച്ചവർക്ക് അത്ഭുതം കൊടുക്കും. അത്ഭുതം എല്ലാം കൊടുക്കും, ആവശ്യമുള്ളതെല്ലാം കൊടുക്കും. അത് കഴിഞ്ഞിട്ടൊരു ചെങ്കടലുണ്ട്. അതാ പത്രോസ് പറഞ്ഞ സ്നാനത്തിൻ്റെ മുൻകുറി. ആ സ്നാനവും കഴിഞ്ഞിട്ട് പിന്നീട് പോയാൽ ഒരു യോർദാനുണ്ട്. ആ യോർദാൻ നമ്മുടെ രൂപാന്തരമോ മരണമോ ആയിരിക്കാം. അതും കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് കനാൻ ദേശത്ത് നിത്യതയിലാണ്. ആ നിത്യതയിൽ പ്രവേശിക്കുന്ന ആ സംഭവത്തിൻ്റെ നിഴലായിരുന്നു ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത്. പൊരുൾ ഇതേ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അവിടുന്ന് പുറപ്പെട്ട് പാപത്തിൻ്റെ അടിമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവിടുന്ന് വിടുതൽ പ്രാപിച്ചിട്ട് മരുഭൂമിയോട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒന്നില്ല മരണം അല്ലെങ്കിൽ കാഹളം മുഴങ്ങിയ രൂപാന്തരം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നിത്യതയിൽ എത്തിക്കുന്ന വിശ്രാമത്തിൽ എത്തിക്കുന്ന കാര്യത്തിലെയാണ്. ആകയാൽ നിങ്ങൾക്കും ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ശബത്ത് ദിവസമല്ല, ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്ന അവിടെ നമുക്കൊരു വിശ്രമമുണ്ട്. ഇതാണ് സഹോദര, ഈ ഭൂമിയിൽ ശബത്തിന്റെ അനുഭവമില്ലാത്ത ഒരു വ്യക്തിക്ക് വരുന്ന ഭൂമിയിൽ പ്രവേശിപ്പിക്കാൻ എങ്ങനെ കഴിയും? ശബത്ത് ലംഘിക്കുന്ന ഒരു വ്യക്തിക്ക്, അനുഭവമില്ലാത്ത ഒരു വ്യക്തിക്ക്
വരുന്നതായ ഭൂമിയിലും ശബദദിവസം ആരാധിക്കാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ഈ അനുഭവം ഈ ഭൂമിയില്ലാത്ത ഒരു വ്യക്തിക്ക് നിങ്ങളെ പറഞ്ഞ് തെറ്റിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? നല്ല ചോദ്യം. ശബത്തിനെ എങ്ങനെ ലംഘിക്കണം എന്ന് പറയാമോ? ശബത്ത് ലംഘിക്കുക എന്ന് വെച്ചാൽ അന്നൊരു ഭേദം ചെയ്യാൻ ദൈവത്തെ ആരാധിക്കുക. അത് പറഞ്ഞിട്ടില്ല. 10 കൽപ്പനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ശബത്തിൽ ദൈവത്തെ ആരാധിക്കണമെന്ന്? ഇങ്ങനെ 10 കൽപ്പനയിൽ ദൈവത്തെ ആരാധിക്കണം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അത് ഞാൻ ആദ്യം പറഞ്ഞത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെ ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാവൽ കാവത്തുള്ള ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി 7-ാം ദിവസം സുസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ചു ശുദ്ധീകരിച്ചിരിക്കുന്നു. ആരാധനയ്ക്കായിട്ട് വേർതിരിക്കുന്നു. ആരാധന എന്നുള്ള ഒരു വാക്കില്ലാത്തതുകൊണ്ട് ഈ സഹോദരൻ പറയുന്നത് എന്താണെന്നറിയാമോ? അത് ആരാധനയല്ല, വേറെ എന്തോ ആണ്. എന്താ സഹോദരന്മാരെ നിങ്ങൾ ഈ മനുഷ്യൻ പറയുന്നത്? യാതൊന്നും കൂട്ടം പറഞ്ഞിരിക്കുന്നു. ഇത്ര നേരം വായിച്ച വാക്യം ഏതൊന്നും കൂട്ടരുതെന്ന് പറഞ്ഞാല് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുമ്പോഴും സകലതും നിവർത്തിയാകുമ്പോഴും ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്നതായ 10 കൽപ്പനയായ ന്യായപ്രമാണത്തിൽ നിന്ന് ശബത്ത് മാറ്റപ്പെടുവാനായിട്ട് സംസാരിക്കുന്നതായ ഈ സഹോദരന്മാരെ കുറിച്ചും ഈ ലോകത്തിലെ സഹോദരന്മാരെ കുറിച്ച് എന്താ പറയണ്ടേ? ബൈബിളിനെതിരായിട്ട് സംസാരിക്കുക. പറഞ്ഞു ഒരു വലിയ പുള്ളിയോ മാറ്റരുന്ന വെളിപ്പാട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തെന്ന് പറഞ്ഞേ. താൻ ആദ്യം പറഞ്ഞ വാക്യത്തിനകത്ത് ശബത്തിൽ യഹോവയെ ആരാധിക്കണം എന്നൊരു വാക്യം ബൈബിളിലില്ല. അദ്ദേഹം കൂട്ടിച്ചേർത്ത് ഇദ്ദേഹത്തിന് വരാൻ പോകുന്ന അപ്പോസ്തല പ്രവർത്തികൾ 13-14 അപ്പോസ്തല പ്രവർത്തികൾ 13-40-44 വാക്യം, അപ്പോസ്തല പ്രവർത്തികൾ 15-21 വാക്യം, അപ്പോസ്തല പ്രവർത്തികൾ 16-13 മുതൽ 15 വരെയുള്ള വാക്യം, അപ്പോസ്തല പ്രവർത്തികൾ 17-1 മുതൽ 4 വരെയുള്ള വാക്യം, അപ്പോസ്തല പ്രവർത്തികൾ 18-1 മുതൽ 4 വരെയുള്ള വാക്യം. ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരെല്ലാവരും യേശു ക്രിസ്തുവിനെ അനുകരിച്ച് ദൈവ കൽപ്പന പ്രകാരം ശബത്ത് ദിവസത്തിൽ ദൈവത്തെ ആരാധിച്ചവരിൽ നിന്നാണ് ഒരു ശേഷിപ്പിനെ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ശേഷിപ്പിനെ വിളിക്കാനാണ് യേശു ക്രിസ്തു വീണ്ടും വരുന്നത്. ഈ ശേഷിപ്പ് ആരെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകം 12 പറയുന്നത് ദൈവ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം ബാക്കിയെല്ലാം ഗെറ്റ് ഔട്ട് എന്ന് പറയുന്നുവെങ്കിൽ ഈ സൺഡേ ആരാധനക്കാർ എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കാത്ത ഈ സൺഡേ ആരാധനക്കാർ എന്ത് ചെയ്യും? അവർ ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ ദിവസത്തിൽ ആരാധിക്കാത്തവരെ എന്തെന്താ പറയുന്നത് അറിയാമോ? വെളിപ്പാട് പുസ്തകം 3:9 പറയുന്നത്, യഹൂദർ അല്ലാതിരിക്കെ യഹൂദർ എന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും എന്നാ വചനം പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹൂദർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം ജനം. അപ്പൊ ദൈവത്തിന്റെ ജനത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് വിശുദ്ധ ശബത്ത് ദിവസം. അല്ലാത്ത പള്ളികളെല്ലാം സാത്താന്റെ പള്ളിക്കാരാ. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമി 2 ശക്തികളെ ഉള്ളൂ. ഒന്ന് ദൈവം, ഒന്ന് പിശാച്. യേശു ക്രിസ്തു ഉണ്ട്, എതിർ ക്രിസ്തു ഉണ്ട്. പരിശുദ്ധാത്മാവുണ്ട്, വ്യാജാത്മാവുണ്ട്. ഈ 3 എതിർ കക്ഷികള്, പിശാചിന്റെ കക്ഷികള്, അവർ വെറുതെ ഇരിക്കുന്നവരല്ല. അവര് സൺഡേ ദിവസം ആരാധിക്കുന്നവരാണ്. അവര് വന്നതിന് ശേഷമാണ് ഈ സൺഡേ ആരാധന വന്നത്. ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം എതിർ ക്രിസ്തുക്കളാണ്. യേശുവായിട്ട് ഏതൊരു ബന്ധമില്ല. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ അപ്പോസ്തലന്മാര് ശബത്തിൽ പോയത് അവരോട് തർക്കിക്കാനാണെന്ന് എല്ലാ ഭാഗത്തും പറയുന്നുണ്ട്. ആരാധനയ്ക്കല്ല, തർക്കിക്കാൻ. ഒന്നത്. 2, യേശു പോയത് പുതിയ നിയമത്തിന്റെ പ്രമാണം തൻ്റെ മരണത്തോട്, അതാ ഞാൻ ഈ ചോദിച്ചത്, മരണസമയത്തല്ലേ ദേവാലയത്തിന് തിരശ്ശീല കീറിയത്? മരണത്തിന് ശേഷമാണ് സഹോദര പുതിയ നിയമം വരുന്നത്. അതിനു മുമ്പ് പഴയ നിയമമാണ്. ആ പഴയ നിയമത്തിൽ പഴയ നിയമസമയത്ത് യേശു ദേവാലയത്തിൽ പോയി. അതിൻ്റെ ഒരു കാര്യം പറയാം. പുതിയ നിയമത്തിലോ
ഞാൻ പറയാം, അപ്പോസ്തലന്മാരെല്ലാവരും അത് അപ്പോസ്തലന്മാർ പോയ കാര്യം ഒന്ന് തർക്കിക്കാനാ പോയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒറ്റ കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ റെഫറൻസ് അവിടെ ഇദ്ദേഹത്തിന്റെ പിന്നെ വിശ്വാസികളുണ്ടെന്ന് കേട്ടോളണം. ദൈവം 7-ാം ദിവസം വിശുദ്ധീകരിച്ചിരിക്കുന്നത് അന്നത്തെ ജനത്തിന് തർക്കിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധീകരിച്ചിരിക്കുന്നത്. പറഞ്ഞു ഇദ്ദേഹം പഠിപ്പിക്കുന്ന അങ്ങനെ ജനം പറയാം. പൗലോസ് തർക്കിക്കാനാണ് പോയത്. അത് നിങ്ങൾ പറഞ്ഞ റെഫറൻസിന്റെ എല്ലാ കേൾക്കും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി യേശു, നിങ്ങൾക്കറിയാമോ, യേശു ജീവിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ മരിച്ചു കിടക്കുന്നതല്ല, മരണത്തിന് മുൻപ് ശിഷ്യന്മാരെ പട്ടണത്തിലേക്ക് അയച്ചിട്ട് നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, കുറ്റരോഗികളെ സൗഖ്യമാക്കി നടന്നിട്ട് ദൈവരാജ്യം പ്രസംഗിക്കാനാണ് പറഞ്ഞത്. ദൈവരാജ്യം. അതേ സമയത്ത് മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ദൈവരാജ്യം പ്രസംഗിക്കാനല്ല. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? അതവിടെ നിൽക്കട്ടെ, ഇത്രയും കാര്യത്തിൽ മറുപടി ഇല്ലാത്ത ഇതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം ശബത്ത. അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പെടും ഞാൻ പടപടാതെ പല ചോദ്യം ചെയ്യുന്നത് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് അതിലേക്കൊന്നും കയറണ്ട. നമുക്കിപ്പോഴത്തെ ആവശ്യം ഇതാണ്. ദൈവം ആദാമിന്റെ സന്തതി ഹാബേലിനെ കയ്യിൽ കൊന്നു കഴിഞ്ഞപ്പോൾ ആ ഹാബേലിന്റെ പകരം ഏനോശ് ജനിച്ചു. ആ ഏനോശിന്റെ മകൻ ശേത്തിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി എന്ന് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നു. 4ആണോ 5ആണോ ഏതായാലും അന്ന് യഹോവയുടെ നാമത്തിൽ ആദ്യത്തെ ആരാധന തുടങ്ങുന്നത് ശേത്താണ്. പക്ഷേ അവിടെ ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പോകുന്ന അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അതും ഏത് ദിവസമാണെന്ന് പറഞ്ഞിട്ടില്ല ദിവസം. പക്ഷേ ഈ ശനിയാഴ്ച അല്ലെങ്കിൽ ശബത്ത് എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്ത് ദൈവം ജനത്തോട് പറയുന്നത് മോശയിലൂടെ 10 കൽപ്പന കൊടുക്കുമ്പോൾ ശബത്ത് നാളെ ശുദ്ധീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അന്ന് ആരാധിക്കാന്ന് പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ആവശ്യക്കാർ ഇതിനകത്ത് കമന്റ് എടുത്ത് അതെന്താണെന്ന് അറിയാനാಗಿ കമന്റ് എടുത്ത് അത് ഞാൻ മറുപടി കൊടുത്തോളാം. അവര് ശ്രോതാക്കൾക്ക് അറിയാൻ ആഗ്രഹമുള്ളത് അതിന് മറുപടി കൊടുത്തോളാം. അപ്പൊ ഇതാണ് സംഭവം. അല്ലാതെ ശബത്ത് നാളിൽ വിറക് പിറക്കാൻ പോയതിന് ശിക്ഷിച്ചു, പക്ഷെ ആരാധന മുടക്കിയെന്ന് പറഞ്ഞിട്ട് ആരെയും ശിക്ഷിച്ചിട്ടില്ല. അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയും സമയം ലൂയിസ് നിങ്ങൾ ഇത് തെറ്റെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നുവെങ്കിൽ വരുന്ന ഭൂമിയിലും ശബ്ദോസ ആരാധനയാണെങ്കിൽ ഇന്നത്തെ ജനം എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടുത്തെ ശബത്ത് എന്ന് പറയുമ്പോൾ ഈ കലണ്ടർ നമ്മളെ കൊണ്ടുപോകണത് യഹൂദന്മാരുടെ കലണ്ടർ കൊണ്ടുപോകും. അവിടെ സ്വർഗത്തിൽ സഹോദര, ഇന്നത്തെ നമുക്ക് കിട്ടിയിരിക്കുന്ന ശബത്ത് നിങ്ങൾ വന്ന ആഴ്ചയുടെ 7-ാം ദിവസം ശനിയാഴ്ച ആണെങ്കിൽ ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കിയ ദിവസം ഞായറാഴ്ചയാണെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അത് തെളിയിക്കാൻ നിങ്ങളെ പറ്റാത്തോളം ഈ ദൈവം ഈ കലണ്ടർ വെച്ചാണോ അന്ന് പരിപാടി തുടങ്ങിയത്? ഈ ശനിയാഴ്ച പിടിച്ച്. പിന്നെ വേറെ കാര്യമുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഈ അർദ്ധരാത്രിയിൽ പാടി ആരാധിച്ചപ്പോഴും ആ ആരാധന സ്വീകരിച്ചു. ഇത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എതിർ ക്രിസ്തുക്കൾ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവവും യേശു ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഈ ഭൂമിയിൽ വസിക്കുന്നില്ല. ദാനിയേൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചപ്പോ ദൈവം കേട്ടു. ദാനിയേൽ എന്നൊക്കെ പറഞ്ഞ ആരാ? നിങ്ങളെ പോലത്തെ ആൾക്കാരൊന്നുമല്ല. ദാനിയേൽ ഞങ്ങളെ വെച്ചിട്ട് താമസം. എന്റെ പേര് ദൈവപ്പെടുന്നു. പക്ഷെ ഗൗരവമായിട്ട് സംസാരിക്കുമ്പോൾ ഗൗരവമുള്ള സംസാരിക്കും ജനം കേൾക്കുന്നത്. അപ്പോൾ നമ്മള് ലൂയിസ് മാത്യു ശബത്തിനെ കുറിച്ച് പരമാവധി വിശദീകരിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ചോദ്യങ്ങളിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന്റെ കമന്റിൽ മറുപടി ഇട്ട് തരുന്നതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.